ചേച്ചി ശരിക്കും ജിമ്മിലും ഒക്കെ പോയി വന്നിട്ട് ഇതായത് ഫിലിംസ് കൂടുതൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വല്ലതും ചെയ്യുന്നുണ്ടോ? എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ആ ലുക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ടിരിക്കുന്നൊക്കെ. അങ്ങനത്തെ കിട്ടിയാൽ നല്ല കാര്യം, പക്ഷെ കിട്ടിയിട്ടില്ല, വന്നിട്ടില്ല. ചേച്ചിക്ക് പക്ഷെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമല്ലേ? സ്റ്റിൽ ചേച്ചിക്ക് ആ ഒരു നടി എന്നുള്ളൊരു നല്ല എന്താ പറയാ ഒരു ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. അപ്പൊ സേന ചേച്ചിക്ക് അങ്ങനെ ഓഫേഴ്സ് വരാത്തതോ ക്യാരക്ടേഴ്സ് ഉണ്ടാവാഞ്ഞിട്ടാണോ ചേച്ചി? ചേച്ചിയുടെ ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടാവുക പറഞ്ഞാൽ ഞാൻ ഒന്നാമത് ആരെയും വിളിക്കാനോ ഒന്നും പോകില്ല. കാണുമ്പോഴുള്ള സംസാരം കാര്യങ്ങളും മറന്നു പോകും ശരിക്കും. ഇപ്പൊ ഒരു സിനിമ ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിളിക്കുകയും എന്തൊക്കെ വിളിച്ചുകൊണ്ട് സിനിമ കിട്ടണമെന്നില്ല, പക്ഷെ ഓർമ്മയിൽ ചിലപ്പോൾ ഉണ്ടാവാം. പിന്നെ കുറേ ആൾക്കാർ അങ്ങോട്ട് വിളിക്കാൻ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ചേച്ചി ഇപ്പൊ സ്റ്റേജിൽ നിന്ന് വന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ ഒരു സ്റ്റേജ് പെർഫോമൻസ് ബൈ ആൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമില്ല. ഇപ്പം ഫിലിമിന്റെ മുമ്പിൽ ഒരു ക്യാമറയുടെ മുമ്പിൽ വർക്ക് ചെയ്യുന്ന പോലെ അല്ലല്ലോ ചേച്ചി സ്റ്റേജ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇരട്ടി സ്ട്രെസ് ഇരട്ടി സ്ട്രെയിനും ഉള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ശബ്ദത്തിലൂടെയാണത്. അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് ചേച്ചി ഒരു ഫിലിമിൽ ഒരു ക്യാരക്ടർ പലത് ചെയ്യുമ്പോൾ ഒരു സക്സസ് അല്ലേ? അത് കിട്ടാതെ പോകുന്നതിൽ നമുക്കൊരു വിഷമം ഉണ്ടാവൂലേ? വിഷമം ഞാൻ അങ്ങനെ വിഷമിച്ചിട്ട് എന്നെ വിളിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ വിഷമിക്കാറേ ഇല്ല. അപ്പൊ ചേച്ചിയുടെ ആ സമയത്തൊക്കെയാണ് ഞാൻ എഴുതി തുടങ്ങിയത്. മനസ്സിലായില്ല, ഞാൻ എഴുതി ഒരു സിനിമ സംവിധാനം ചെയ്തു, ഞാനിൽ നല്ല റോള് ചെയ്തു. അത് ശരി. അന്ന് നമ്മളത് ചെയ്യുന്ന സമയത്ത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? രണ്ടാം നാൾ നടന്ന സിനിമ നന്നായിട്ട് ഇപ്പൊ യൂട്യൂബിലുണ്ട്. അതെല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. അപ്പോൾ ഇത് നമുക്ക് റോളില്ല, അല്ലെങ്കിൽ നമ്മളെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാം, അത്രയേ ഉള്ളൂ. സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ഒരു സിനിമ എഴുതി, അത് ആ പ്രൊഡ്യൂസറേയും കിട്ടി, മറ്റൊന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നു. ചേച്ചിക്ക് അപ്പം ആസ് എൻ ആർട്ടിസ്റ്റ് ചേച്ചിക്ക് അപ്പം അതിൽ ഭയങ്കര തൃപ്തിയുണ്ട് എഴുതുന്നതിൽ? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മോർ ദാൻ ആൻ ആർട്ടിസ്റ്റ് അതിൽ ചേച്ചി ഇപ്പൊ എൻ്റെ വ്യൂ പോയിന്റിൽ ഞാൻ പറയാം, ചേച്ചി ഇസ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്. ഭയങ്കര ഒരു റേഞ്ചുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അത് നമുക്കത് എല്ലാവർക്കും അറിയാമോ, ഒരു ഒറ്റ സീൻ കാണുമ്പോൾ ഗോഡ് ഫാദറിൽ ഒരു ഒറ്റ സീൻ കാണുമ്പോൾ നമുക്കറിയാം ഒരു ആർട്ടിസ്റ്റ് എന്തോരം പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം ആസ് എൻ ആർട്ടിസ്റ്റ് ചേച്ചി അറിയപ്പെടുന്നതും ആസ് എൻ ആർട്ടിസ്റ്റ്. പക്ഷെ എഴുതാൻ തുടങ്ങിയത് പിന്നെയാണ്. ചേച്ചി ബേസിക്കലി ചേച്ചിയുടെ ഉള്ളിലൊരു കലാകാരി കിടപ്പുണ്ട്. അത് ചേച്ചിയുടെ ഒരു എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എഴുത്തി കൂടെയാണോ ആർട്ടിസ്റ്റ് കൂടെയാണോ? അല്ലാതെ രണ്ടും സാറ്റിസ്ഫാക്ഷൻ രണ്ടും. എഴുതിയിട്ട് നമ്മളത് സംവിധാനം ചെയ്യുന്ന പറഞ്ഞാൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആണ് അല്ലേ? എഴുതാൻ പറ്റുക, നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുക, അത് അതുപോലെ തന്നെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ. അതിനും അതിൻ്റെതായ ഒരു ഒട്ടും അഭിനയിക്കാൻ പറ്റാത്ത ഒരാളെ അത് പ്രാക്ടീസ് ചെയ്ത് അഭിനയിപ്പിക്കാൻ പറ്റും, പക്ഷെ എഴുതാൻ പറ്റില്ല. വാക്കുകൾ വേണം, അതിൻ്റെതായ രീതിയിൽ അതിന്റെ ഒരു ഫ്ലോ വരണം അല്ലേ? പക്ഷെ അത് എഴുതുമ്പോൾ എനിക്ക് ഗുണം എന്താ വെച്ചാൽ അതിങ്ങനെ മനസ്സിൽ ഉണ്ടാവില്ല. നമ്മളൊരു സീൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ആളെങ്ങനെ പറയാന്നുള്ള ആ വേർഡ്സ് ഒക്കെ എഴുതുന്ന സമയത്ത് ചേച്ചി അപ്പൊ എഴുതുമ്പോൾ വിഷ്വൽ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എഴുതുന്നത്. ഓ ശരി. അപ്പൊ സ്ക്രിപ്റ്റ് ചേച്ചിക്ക് എപ്പോ എഴുതാം എന്നൊരു ഉള്ളിൽ ആ തോന്നൽ വന്ന എപ്പോഴാ? ചേച്ചി ഇതുവരെ എഴുതിയിട്ടില്ല, അതിനൊരു നല്ലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ചേച്ചി ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ആർട്ടിസ്റ്റ് നിലയ്ക്ക് നമ്മൾ വേറൊരു മേഖലയെ പറ്റി ചിന്തിക്കുന്നില്ല. പക്ഷെ ചേച്ചി പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചേച്ചി ചിന്തിച്ചത്. അപ്പൊ ചേച്ചിക്ക് എഴുതാനുള്ള കഴിവുണ്ടെന്നും എനിക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് ചേച്ചിക്ക് എപ്പോഴാണ് സെൽഫ് റിയലൈസേഷൻ? അത് ചെറുപ്പകാലത്ത് തന്നെ ഞാനിങ്ങനെ എന്തെങ്കിലും ഡയറി എഴുതുക അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എഴുതുന്നല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ കുട്ടികൾക്ക് വേണ്ടി കൊച്ചു ഡ്രാമ എഴുതും. നമ്മളെ പിന്നെ കമ്മ്യൂണിറ്റിയിലൊക്കെ വരുന്ന സമയത്ത് അവിടെ അസോസിയേഷനിൽ അവിടെയൊക്കെ ഞാൻ ഡ്രാമ എഴുതും. അപ്പോൾ ചെറിയ ത്രെഡുകൾ ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാവുന്നുണ്ട്. ഒരു നല്ലത് നന്നായി എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഓരോ ത്രെഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഡ്രാമ ചെയ്യാമെന്ന് ആദ്യം വിചാരിച്ചു. അങ്ങനെ ഞാൻ ആദ്യം എഴുതിയത് ഒരു ഡ്രാമയാണ്. അത് ചെയ്യാൻ പോകുന്നത് ഞാൻ പറയാൻ വരുമായിരുന്നു. അതാണ് ആദ്യം എഴുതിയത്. അപ്പോൾ ഒരിക്കൽ ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിച്ചു. ജോസ് തോമസ് പിന്നെ ഇങ്ങനെ കണ്ടപ്പോൾ ത്രെഡ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ ത്രെഡ് പറഞ്ഞപ്പോൾ ഇത് നമുക്ക് സിനിമയാക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറയുന്നത് ഡ്രാമയാണ് ശരിക്കും. അത് സിനിമ എന്നുള്ള ചിന്തയിൽ ഞാൻ പോയിട്ട് പോലും ഇല്ല. അപ്പോൾ ഡ്രാമയും മറ്റതും വ്യത്യാസമുണ്ട്. നാടകം എഴുതുമ്പോൾ അത് സംഭാഷണം മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി നമ്മൾ അവതരണത്തിലാണ് കൊണ്ടുവരുന്നത്. സിനിമ അങ്ങനെയല്ലല്ലോ, തിരക്കഥ സംഭാഷണം എന്നൊക്കെ വേറെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്നാലും ഇത് കേൾക്കണം. ത്രെഡ് കേട്ടപ്പോൾ പുള്ളിക്ക് ഇഷ്ടമായി. പക്ഷെ ഇത് വന്ന് വായിക്കുമ്പോൾ ഒരു സിനിമ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. വെറും സംഭാഷണം മാത്രം, കുറേ ഡയലോഗ്സ് മാത്രം. അത് അങ്ങനെയാണ്. അത് വന്ന് കേട്ടു. പക്ഷെ
പുള്ളി അപ്പൊ ചേച്ചിക്ക് ശരിക്കും ഉള്ളില് ആ തിരിച്ച ആ ഒരു കല സ്റ്റേജിലേക്കുള്ള ഒരു അതൊക്കെ ഇപ്പം ഇല്ല, അന്യം നിന്ന് പോവുക. ഞങ്ങളിപ്പോ അവതരിപ്പിക്കാൻ പോവുകയാണത്. അത് തിരിച്ച് റീക്രിയേറ്റ് ചെയ്യുവാണോ? അത് ചേച്ചി ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് വരാൻ പോവാണോ? അതെ, അത് നല്ല കാര്യമല്ലേ ഇപ്പത്തെ ജനറേഷനിൽ. ഞാനിപ്പോ എനിക്ക് തോന്നുന്നു അടുത്ത ഓണത്തിന് അത് ഇറക്കാനുള്ള പരിപാടിയാണ്. വെരി ഗുഡ്. അപ്പൊ അതിന്റെ വർക്കാണ് ഇപ്പൊ ചേച്ചി നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ചേച്ചി, ആ ഫസ്റ്റ് ഗോഡ് ഫാദർ ഫിലിമിൽ ചെയ്യുമ്പോൾ ചേച്ചിയുടെ ഒരു ക്യാരക്ടർ ഇതൊരു ഭയങ്കര ഒരു ബോൾഡ്, അത് ചേച്ചിയുടെ ഏത് പ്രായമായിരിക്കും? അത് ചെറുപ്പം, വളരെ ചെറുപ്പം. വളരെ ചെറുപ്പം, പക്ഷെ അത്രയും ഒരു മെച്ചോർഡ് ക്യാരക്ടറാണ് അത് ചെയ്യുന്നത് അല്ലേ? അന്ന് ആ സമയത്ത് ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ ആ ഒരു പ്രായമാണ് എൻ്റെതെന്നോ എൻ്റെ രൂപം അങ്ങനെയാണെന്നൊന്നും ഡയറക്ടർക്ക് അറിയില്ല. അപ്പം എന്നെ വിളിച്ച് എന്നെ കണ്ടപ്പോൾ കുറച്ചു നേരം ഒന്ന് നോക്കി, അയ്യോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അതിലുള്ള കുറെ നല്ല പ്രായമുള്ള ആള്, നല്ല തടിയുള്ള സ്ത്രീ, കറുത്തടിച്ചൊരു സ്ത്രീ, അതൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഒരു പയ്യനെ പിടിച്ചു കൊണ്ടുപോയിട്ട് നിർത്തുന്ന ഒരു സ്ത്രീയാണ്. അയ്യോ ഇത് പറ്റില്ല, ഇത് ഈ റോള് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മേക്കപ്പ് മാൻ മണിയണ്ണൻ പറഞ്ഞു, അല്ല സാറേ നമുക്കതൊന്ന് മേക്കപ്പ് ചെയ്തൊക്കെ ശരിയാക്കാം, നമുക്കൊന്ന് മുറുക്കിയാലൊക്കെ ഒന്ന് ശരിയാക്കുന്നു. മുറുക്കിയപ്പോൾ അതിലും കുഴപ്പമായി, എന്തായാലും നമുക്ക് പിന്നെ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്ത പുതിയ ആളല്ലേ വരുന്നേ, അപ്പോഴത്തേക്ക് ഡയറക്ടർമാരുടെ എണ്ണം അങ്ങ് കൂടുമല്ലേ, വരും ഓരോരുത്തരും വന്ന് എന്നെ ഡയറക്റ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സിദ്ദിഖ പറഞ്ഞു പാക്കപ്പ് എന്ന് പറഞ്ഞു. എല്ലാവരും കഴിഞ്ഞിട്ടില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഡയറക്ടർമാരുടെ എണ്ണം കൂടുതലാണ്, നാളെ എടുക്കാൻ ഷോട്ട്. പിന്നെ അത് പിറ്റേന്ന് വന്നിട്ടാണ് അതിന്റെ ക്ലോസ് ഒക്കെ എടുത്ത്, രാവിലെ വന്നിട്ട് ആരും ഇല്ലാത്ത സമയത്ത് വന്നിട്ട് ക്ലോസ് ഒക്കെ എടുത്തിട്ട് അത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു. പക്ഷെ ചേച്ചി പഴയ കാലത്തെ ഡയറക്ടേഴ്സ് വർക്ക് ചെയ്യുമ്പോഴും ഇപ്പോഴത്തെ ജനറേഷനും ഭയങ്കര രസമല്ലേ? അവരിപ്പോ ഭയങ്കര എളുപ്പത്തിലെല്ലാം ചെയ്യുന്ന മാതിരി ഒരു ഫീലിംഗ് ഇല്ലേ ഇപ്പത്തെ നമ്മുടെ ജനറേഷൻ? ഈസി ഗോ. ഞാൻ ഇപ്പത്തെ പിള്ളേരെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അത്ഭുതത്തോടെ നോക്കുന്നു. സത്യം, ഭയങ്കര അത്ഭുതത്തോടെ നോക്കുന്നു. ചെറിയ ത്രെഡാണ് അവര് ഇന്ന്. പണ്ടത്തെ സിനിമകളൊന്നും അങ്ങനെയല്ലല്ലോ, ഒരുപാട് കഥ നല്ലത് വേണം, സംഭാഷണം. ഇത് കുഞ്ഞി ത്രെഡായിരിക്കും, അതങ്ങോട്ട് വികസിക്കുകയാണ്. പിന്നെ അത് നമ്മളെ തന്നെ ഇരുന്ന് സത്യം നമുക്ക് ഇപ്പത്തെ ഡേ ടു ഡേ ലൈഫിൽ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ അതെ, അതുകൊണ്ടാണ് നമുക്ക് അവരുമായിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതലുള്ള ആർട്ടിസ്റ്റുകളാണെങ്കിൽ തന്നെ നമ്മളെ തൊട്ട വീട്ടിലുള്ള ആൾക്കാരാണ്. കറക്റ്റ്. അതുകൊണ്ടാണ് ഇപ്പൊ എനിക്കൊക്കെ സിനിമകളില്ലാത്തത്. അങ്ങനത്തെ ആളുകൾ, ഒരു കഥാപാത്രം വന്നു കഴിഞ്ഞാൽ അവർ നാടൻ പെണ്ണോ അല്ലെങ്കിൽ മോഡേൺ എന്താകട്ടെ ആ ഒരു രൂപം സെലക്ട് ചെയ്യാണ്. അവിടെ താരങ്ങളില്ല. അതെ സത്യ, ക്യാരക്ടർ മാത്രമാണ് നോക്കുന്നത്.